Hello everyone, welcome back to Future Plus Academy. This is Sutharma. Yes. 7th ഇൻടേക്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ജാനുവരി ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന ഫസ്റ്റ് സെം വിദ്യാർത്ഥികളുടെ അസൈൻമെന്റ് വന്നിട്ടുണ്ട്. യെസ്, ജൂലൈ 31 ലാസ്റ്റ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അസൈൻമെന്റ് വന്നത് മുതൽ നമ്മുടെ കുട്ടികൾ മിസ്സേ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് കിട്ടുക, അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത്, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു പേപ്പറിന്റെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ അതിൽ 2 സെറ്റ് കാണുന്നുണ്ടല്ലോ, അതെന്താ അങ്ങനെ? ഈ ചോദ്യമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന ഓരോ വിഷയത്തിനും ഓരോ പേപ്പറിനും 2 സെറ്റ് അസൈൻമെന്റ് എഴുതാനുണ്ട്. കേട്ടതും പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നമ്മുടെ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ സ്റ്റുഡൻറ് പോർട്ടലിൽ, അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ലഭ്യമാകുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്റ്റുഡൻറ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ അക്കാഡമിക്സിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വന്ന് കിടക്കുന്നുണ്ടാവും. ആ അസൈൻമെന്റ് ക്വസ്റ്റ്യനിൽ ഇൻടേക്ക് 7 എന്ന് കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ്സ് ആണ് നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത്. ഇനി നേരത്തെ പറഞ്ഞ കാര്യം, ഒരു പേപ്പറിന് 2 അസൈൻമെന്റ് ഉണ്ടോ? ഉണ്ടല്ലോ. സെറ്റ് 1ഉം സെറ്റ് 2ഉം. അതായത് സെറ്റ് 1 എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, സെറ്റ് 2 എന്ന് പറയുന്നത് അനലറ്റിക്കൽ ആണ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്നാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതേണ്ടത്. അതിനോടൊപ്പം തന്നെ സെറ്റ് 2വിൽ അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഒന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതാം. ഈ അസൈൻമെന്റ് എഴുതുന്നതിന് ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇൻസ്ട്രക്ഷൻസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എത്ര പേജ് വരെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത്, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഈ അസൈൻമെന്റ് സെറ്റ് 1, സെറ്റ് 2 എന്നിങ്ങനെ 2 രീതിയിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മാർക്ക് കിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഹിസ്റ്റോറിക്കൽ ടൂറിസം ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ ഒരു കോമൺ പേപ്പർ ആണ്. ഈ കോമൺ പേപ്പർ 45 മാർക്കിന്റെ കോമൺ പേപ്പറിന് നിങ്ങൾക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക 10 മാർക്കിന്റെയാണ്. അപ്പോൾ ഈ 10 മാർക്കിന്റെ 2 സെറ്റ് അസൈൻമെന്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടതായിട്ടുള്ളത്. ആ ചോദ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ടാണ് അസൈൻമെന്റ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു ധാരണ കിട്ടിയില്ലേ യഥാർത്ഥത്തിൽ എന്താണെന്ന്. ഇനി ഈ അസൈൻമെന്റ് എങ്ങനെ എഴുതുക, ഇതിന്റെ സോഴ്സ് എവിടെ നിന്ന് കിട്ടും, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, കൂടുതൽ അറിയണോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യണം. കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും എത്തുന്നതാണ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് ഒക്കെ അറിയണം എന്നാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു സോ മച്ച്.